അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മാജിസ്റ്റിക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് കണ്ടില്ലേ, ഫ്ലോറൽ ഡിസൈൻ ചെയ്ത ഒരു ഡിക്യൂപേജ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കാരണം വരയ്ക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നവർക്ക് ഇതുപോലെ പെയിൻറ് ചെയ്തപോലെ നമ്മളുടെ എന്താ പറയുക കയ്യിലുള്ള ബോട്ടിൽസ് ഇതേപോലെ മനോഹരമാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഡിക്യൂപേജ് ചെയ്യാനായിട്ട് ഞാൻ ബോട്ടിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈറ്റ് അക്രലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. ഒബ്വിയസ്ലി നമുക്കൊരു ബ്രഷ് വേണം. പിന്നീട് വാട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ മോഡ് പോജ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വൈറ്റ് ഗ്ലൂവും വെള്ളവും യൂസ് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ വൈറ്റ് ഗ്ലൂവും 1 ടേബിൾ സ്പൂൺ വെള്ളവും മിക്സ് ചെയ്തെടുത്താണ്. പിന്നെ ഡിക്യൂപേജ് ഷീറ്റ് ഉണ്ട്. ഇതിന് പറയുന്ന ഡിക്യൂപേജ് സ്റ്റാമ്പേറിയ ഷീറ്റ് എന്നാണ്. ഇത് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന്. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം തന്നെ ബോട്ടിലിൽ നമുക്ക് വൈറ്റ് അക്രലിക് കളേഴ്സ് ചെറുതായിട്ട് ചെറിയ കോട്ടായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ചെറിയ തിൻ ലെയറായിട്ടാണ് അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഇതുപോലത്തെ 3 കോട്ട് നമുക്ക് അടിച്ചെടുക്കണം. അതായത് ഒരു ഡാർക്കൻ ഷെയ്ഡ് വരുന്നിടം വരെ അടിച്ചെടുക്കണം. ആദ്യം നമ്മൾ വളരെ തിന്നായിട്ട് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒന്നൊന്നായിട്ട്, അതായത് ഒരു 3 കോട്ട് വരെ അടിച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു കോട്ട് അടിച്ചിട്ട് നല്ലോണം ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ കോട്ട് അടിക്കുക. അതിന് ശേഷം മൂന്നാമത്തെ കോട്ട് അടിക്കുക. ആദ്യത്തെ കോട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് പെട്ടെന്ന് ഉണക്കാനായിട്ട് ഹെയർ ഡ്രയർ യൂസ് ചെയ്യാം. അതില്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല, സാധാരണ രീതിയിൽ നമുക്ക് ഉണക്കിയെടുത്താൽ മതി. അപ്പം നമ്മുടെ ബോട്ടിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാൻ 3 കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഡിക്യൂപേജ് സ്റ്റാമ്പേറിയ ഡിക്യൂപേജ് റൈസ് പേപ്പർ. ഒരു വലിയ ഷീറ്റാണ് കേട്ടോ ഇത്. ഞാൻ നൂർത്ത് കാണിക്കാം. കണ്ടോ, ഇത്രയും വലിയ ഷീറ്റാണ്. ഏകദേശം നല്ല വലിപ്പമുണ്ട്. ഇതിൽ കാണുമെന്നറിയില്ല മൊത്തം. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ഡിക്യൂപേജ് പേപ്പറില്ലേ, ടിഷ്യൂ പേപ്പർ, അതിൽ ഒരു 3 ലെയർ ഉണ്ടാവും. ഇതൊരു നേർത്ത പേജാണ്. അതിൽ സപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനൊരു പേപ്പർ മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഭയങ്കര നേർമയായിട്ടുള്ള ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യാൻ നമുക്ക് 2 മെത്തേഡ് യൂസ് ചെയ്യാം. ഒന്ന് സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഉണ്ട്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് കുറച്ച് മുഴച്ച് നിൽക്കുന്ന പോലെ തോന്നും ഇത് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് കുറച്ച് വെള്ളം എടുത്തിട്ട് ശരിക്കും നേർമ ഒരു 0 പോയിൻറ്റ് ബ്രഷാണ് കേട്ടോ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് വേണ്ടുന്ന ഭാഗം. കണ്ടില്ലേ, എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ ജസ്റ്റ് കീറി വന്നോളും. അപ്പം ഞാൻ അതേപോലെ കട്ട് ചെയ്താണ്. നിങ്ങൾ കട്ട് ചെയ്യുമ്പം ഇതിൻ്റെ എഡ്ജസ് ഒന്നും പോവാതെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഇതിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മോഡ് പോജ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ലൈറ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും ഭാഗം മാത്രം. നമുക്കിത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ലൈറ്റായിട്ട് ജസ്റ്റ് മോഡ് പോജ് ഒന്ന് ചെറുതായിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പാച്ചസ് ഒന്നും വരാതെ മുഴിച്ചൊന്നും ഇരിക്കാതെ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ബോട്ടിൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള അത്രയും പ്രിൻറ്റ്സ് ടിഷ്യൂ പേപ്പേഴ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് തോന്നും. പേപ്പർ വെച്ചിട്ട് അല്ല ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചായിട്ട് നമുക്ക് തോന്നുകയില്ല. ഞാൻ റെഡ് കളറും വൈറ്റ് ആക്രിലിക്കും കൂടെ മിക്സ് ചെയ്തൊരു കളർ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇത് നമ്മുടെ സ്പോഞ്ചാണ് കേട്ടോ ഇതിൻ്റെ അറ്റത്തുള്ളത്. നമ്മൾ ബ്രഷ് വാങ്ങിക്കുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഇങ്ങനെ ഒരു സാധനം. നിങ്ങൾക്കിതില്ലെങ്കിലും സാരമില്ല, ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്താലും മതി. ഇതിൻ്റെ അറ്റത്ത് വരുന്ന സാധനം നമ്മൾ ഈ പാത്രം കഴിയുന്ന സ്പോഞ്ചില്ലേ, അതാണ്. അതുണ്ടെങ്കിൽ അത് ജസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉപയോഗിച്ചാലും മതി. ഇല്ലാച്ചാൽ ബ്രഷ് ഉപയോഗിക്കുക. അതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഞാൻ ഈ മുകളിലത്തെ ഭാഗവും ഈ താഴത്തെ ഭാഗവും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഉണങ്ങി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ക്ലിയർ വാർണിഷ് ഒരു കോട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ വാർണിഷ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അതിന് എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഗ്ലേസിങ് ഉണ്ടാവും, ഫൈനൽ ലുക്ക് നല്ലതായിരിക്കും. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒട്ടിച്ചേക്കുന്ന ടിഷ്യൂ പേപ്പറൊന്നും ഇളകി പോകത്തില്ല, പാച്ചസ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ സൂക്ഷിച്ച് വയ്ക്കാം നമ്മുടെ ബോട്ടിൽ. ഒരു കോട്ട് വാർണിഷ് അടിച്ചതിന് ശേഷമുള്ളതാണ് ഇത്. നമ്മുടെ ഫൈനൽ ലുക്കാണിത്. ഒരു ചെറിയ ത്രെഡ് വെച്ചിവിടെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ബോട്ടിൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, വരുന്ന വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലത്തെ ഒരു സുന്ദര നൈറ്റുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.